ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഒരു റൈറ്റ് ബാക്കിനെ കൊണ്ടുവരുന്നതിന് പകരം കാർലോ ആഞ്ചലോട്ടി ഒരു മധ്യനിര താരത്തെയാണ് ഇപ്പോൾ ബ്രസീലിയൻ ടീമിൽ ഉൾപ്പെടുത്തിയത്. അതിൻ്റെ കാരണം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് മധ്യനിരയിൽ ഇപ്പോഴും ചില ദൗർബല്യങ്ങൾ കാർലോ ആഞ്ചലോട്ടി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് എഡേഴ്സണെ കൊണ്ടുവന്നത് എന്നായിരുന്നു ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതേക്കുറിച്ച് ബ്രൂണോ ഗിമറസിനോട് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ ചോദിച്ചിരുന്നു. അതായത് മധ്യനിരയിൽ പ്രശ്നങ്ങളുണ്ടോ, എഡേഴ്സനെ ടീമിലേക്ക് കൊണ്ടുവന്ന കാര്യം നിങ്ങൾ ചർച്ച ചെയ്തോ, എന്താണ് നിങ്ങൾക്ക് അതേക്കുറിച്ച് പറയാനുള്ളത് എന്നായിരുന്നു ചോദ്യം. ബ്രൂണോ ഗിമറസ് അതിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു മധ്യനിര താരത്തെ കൂടി കൊണ്ടുവന്നത് ഞങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഒരു ചർച്ചയ്ക്ക് കാരണമായിട്ടില്ല. ആരെ കൊണ്ടുവരണം എന്നുള്ളത് തീർച്ചയായും പരിശീലകന്റെ ഒരു തീരുമാനമാണ്. മധ്യനിര താരമാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെയാണ് ഞങ്ങളും അറിഞ്ഞിട്ടുള്ളത്. പല പൊസിഷനുകളിലും കളിക്കാൻ കഴിവുള്ള ഒരു താരമാണ് എഡേഴ്സൺ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എഡേഴ്സൺ ഞങ്ങൾക്ക് സഹായകരമാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അദ്ദേഹം മികച്ച താരമാണ്. കരിയറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വിഷയത്തിൽ പ്രത്യേകമായിക്കൊണ്ട് ഞങ്ങൾ ചർച്ചകൾ ഒന്നും നടത്തിയിട്ടില്ല. ഇതാണ് ബ്രൂണോ ഗിമറസ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ചോദ്യത്തിൽ നിന്നും അദ്ദേഹം വിദഗ്ധമായിക്കൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് തങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ബ്രൂണോ ഗിമറസ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആഞ്ചലോട്ടി ഒരു മിഡ്ഫീൽഡറെ കൊണ്ടുവന്നത് വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് റൈറ്റ് ബാക്ക് പൊസിഷനിൽ നല്ല താരങ്ങളുടെ അഭാവമുണ്ട്. എന്നിട്ടും ഒരു RBയെ കൊണ്ടുവരുന്നതിന് പകരം മധ്യനിരയിലേക്ക് ഒരു താരത്തെ ആഞ്ചലോട്ടി കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.